UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജുവിന്റെ കായംകുളം ടൗൺ വടക്കൻ മേഖലാ സ്വീകരണ സമ്മേളനം ചിറക്കുളങ്ങരയിൽ നടന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കായംകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജുവിന്റെ കായംകുളം വടക്കൻ മേഖലാ തെരഞ്ഞെടുപ്പ് സ്വീകരണ സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫണ്ട് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മരവിപ്പിച്ച നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം എടുത്തു കളഞ്ഞ നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധിയെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധിക്കെതിരെ 36 ക്രിമിനൽ കേസുകൾ ഇന്ത്യയിലെ ആസാമിലും ഗുജറാത്തിലും UPയിലും രജിസ്റ്റർ ചെയ്ത BJP സർക്കാർ 55 മണിക്കൂർ ഇടതടവില്ലാതെ നിരന്തരമായി രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ച മോഡി സർക്കാർ, ആ മോഡി സർക്കാരിനെ വിമാന കാട്ടി നെഞ്ചുക്കോടുകൂടി ഫാസിസത്തെ ചെറുക്കുന്ന രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നത് നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്, BJPയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ അനിശ്ചിതമായ നേതൃത്വത്തെ ചോദ്യം ചെയ്യുവാൻ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ട വീര്യങ്ങളെ ചോദ്യം ചെയ്യുവാനുള്ള എന്തെങ്കിലും ഒരു അവകാശം, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അടിത്തറ CPM-നോ പിണറായി വിജയനോ ഉണ്ടോ എന്ന് അവസരം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ മാനേജ്മെന്റ് അമ്മമാരാണ്, സഹോദരിമാരാണ്, ഫിനാൻസ് മന്ത്രിമാരെന്ന് പറയും. അടുക്കളയിൽ നിന്ന് കുടുംബ ബജറ്റ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സ്വീകരണ യോഗത്തിന് UDF നോർത്ത് മണ്ഡലം ചെയർമാൻ കടയിൽ രാജൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ U മുഹമ്മദ്, H ബഷീർകുട്ടി, AJ ഷാജഹാൻ, AP ഷാജഹാൻ, T സൈനുലാബ്ദീൻ, ഗായത്രി തമ്പാൻ, KJ ജബ്ബാർ കുട്ടി, വഴിച്ചേരി ഷുക്കൂർ, KK നൌഷാദ്, PC റെഞ്ചി, നൌഫൽ ചെമ്പകപ്പള്ളി, സുധാ സുധാകരൻ, കരുവിൽ നിസാർ, സന്തോഷ് തൂലിക, അജീർമോൻ പ്ലാമൂട്ടിൽ, K ശിവപ്രസാദ്, K പ്രഭാകരൻ, സത്താർ കൊട്ടക്കാട്ട്, രാധാമണി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.